ഹായ് സനാവിക ഫാഷൻസ് ആണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പൂമല പത്താഴക്കുണ്ട് ഡാമിൻ്റെ അടുത്താണ്. നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ചേച്ചിമാർക്ക് തയ്യൽ എളുപ്പമാവുന്നതിന് വേണ്ടി നമ്മൾ എടുത്തൊരു വീഡിയോ ആണ്. നമ്മുടെ ഫ്രണ്ടും ബാക്കും റൗണ്ട് യോക്ക് വെച്ച് ചെയ്യുന്ന 2 സൈഡിലും പ്ലീറ്റ് തയ്ക്കുന്ന ഒരു എൻ സ്റ്റൈൽ മോഡൽ നൈറ്റിയുടെ വീഡിയോ ആണിത്. അതേപോലെ നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ചേച്ചിയുടെ ഒരു സഹായത്തോടെ എടുത്ത വീഡിയോ ആണ്. അത്ര ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വിചാരിച്ചു നമ്മൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കും ഉപകാരപ്പെട്ടാലൊന്ന്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ യോക്ക് പോർഷൻ എടുത്തു. ഫ്രണ്ടും ബാക്കും യോക്ക് പോർഷൻ എടുത്തിട്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ക്രോസ് പീസ് കൊണ്ട് നെക്ക് അടിച്ച് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് സ്ട്രെയിറ്റ് പീസാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ കർവ് വരുന്നിടത്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. സ്ട്രെയിറ്റ് പീസ് ആണെങ്കിൽ ഒട്ടും കറക്റ്റ് നേരെ വെച്ച് അടിക്കരുത്. അപ്പോൾ നെക്ക് തിരിച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ അത് ചുളിഞ്ഞ് ഷേപ്പ് അല്ലാതെ വരും. അപ്പോൾ ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ആ കർവ് വരുന്നിടത്തൊക്കെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ തയ്യൽ തുമ്പ് വരുന്നിടത്ത് ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് തിരിച്ച് ഇടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അതിന് ശേഷം നമ്മൾ ആ നെക്ക് ഫിനിഷ് ചെയ്യാനെടുത്ത പോർഷൻ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ തയ്യൽ തുമ്പ് അങ്ങോട്ട് നമ്മുടെ ക്രോസ് പീസിലേക്ക് കൊടുത്തിട്ട് ഒരു പതിച്ചടിച്ച് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ തന്നെ നമുക്കപ്പോൾ ആ നെക്ക് ഫിനിഷിങ്ങിൽ വരും. അങ്ങനെ പതിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് കഴുത്തിൻ്റെ അറ്റത്തു കൂടെ തന്നെ ആദ്യത്തെ ഒരു തയ്യൽ കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റിച്ച് കഴുത്തിൻ്റെ ഒരു 1/4 ഇഞ്ച് നീങ്ങിയിട്ട് ഒരു ചവിട്ടി വീതിയിൽ അതിനോട് ചേർന്ന് ആ ഷേപ്പ് പോവാതെ തന്നെ രണ്ടാമത്തെ തയ്യലും കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് നെക്കും ഫിനിഷ് ചെയ്യാം. ഇതിൻ്റെ നടുവിൽ നമുക്കൊരു ഓപ്പണിംഗ് വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫ്രണ്ട് പീസ് രണ്ടായി മുറിച്ചിട്ടുണ്ട്. നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഓപ്പണിംഗ് വെക്കാനായിട്ട്, പ്ലാക്കറ്റ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ പ്ലാക്കറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരു സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ട് മോൾ ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് വീഡിയോയിൽ കണ്ട പോലെ ഉള്ളിലേക്ക് മടക്കുക. നമ്മൾ നെക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്തതാണല്ലോ. അപ്പോൾ ഈ പോർഷൻ നമുക്ക് മുകളിൽ ഫിനിഷ് ആയിട്ട് വേണം വരാനായിട്ട്. ഇത് ബട്ടൺസ് കുടുക്ക് തുന്നേണ്ട ഭാഗമാണ്. അത് ഉള്ളിലേക്ക് കൊടുക്കാം. മടക്കി നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത പോർഷനിൽ നമുക്ക് ഇതിൻ്റെ ഹുക്കിൻ്റെ ഐ തുന്നേണ്ട ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ മോൾ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. തിരിച്ചിട്ടിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം മോൾ ഭാഗം കൊടുക്കാനായിട്ട്. മോൾ ഭാഗം മടക്കി വെക്കുന്നതാണ്. ഉള്ളിലേക്ക് മടക്കി ഫിനിഷ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ പുറത്തേക്ക് ഹുക്ക് വെക്കുന്ന ഐ വെക്കുന്ന പോർഷനാണ് പുറത്തേക്ക് നിൽക്കുന്നത്. ഇനി അത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് താഴെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ബോഡി പോർഷൻ എടുത്തേക്കാണ്. അതിൻ്റെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഉള്ളിലേക്കൊരു 2 ഇഞ്ച് നീങ്ങിയിട്ട് ഇതേപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം. അവിടെ തൊട്ടാണ് നമുക്ക് പ്ലീറ്റ് ഇട്ട് തുടങ്ങേണ്ടത്. ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഈവൺ ആയിട്ട് വരുന്ന ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനിലെ ബോഡി പാർട്ടിലും ഇതേപോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവ് ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യണം. സ്ലീവ് വരുന്നതിൻ്റെ ഈ 2 പോർഷനായിട്ട് ആ 2 ഭാഗങ്ങൾ നമുക്ക് ജോയിൻ ചെയ്യാം. ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ യോക്ക് ഫിനിഷ് ചെയ്യേണ്ട ഭാഗം ഒരു റൗണ്ടായിട്ട് ഇരിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് കൊടുത്തിട്ട് കൈയുടെ ഭാഗം പുറത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട്. കൈക്കുഴി പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് അറിയാമല്ലോ, സ്ലീവ് ജോയിൻ ചെയ്ത് അറിയാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഭാഗങ്ങൾ മാറിപ്പോവാതെ ജോയിൻ ചെയ്യണം. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു പതിച്ചടിയും കൂടെ കൊടുക്കുക. കർവായിട്ടുള്ള ഭാഗം ഉള്ളിലേക്ക്, സ്ലീവിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം പുറത്തേക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ സ്ലീവിൻ്റെ പീസ് ജോയിൻ ചെയ്തിട്ടുണ്ട് യോക്കിൽ. അത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് കൊടുക്കുക. ഇനി ഈ സ്ലീവിൻ്റെ തന്നെ താഴത്തെ പോർഷനിലേക്ക് നമ്മൾ അതിൻ്റെ ബാക്കിൻ്റെ പോർഷനും കൂടെ ജോയിൻ ചെയ്യണം. ബാക്കിൻ്റെ ബോഡി പാർട്ട് ഇതേപോലെ തന്നെ ആ സ്ലീവിൽ ജോയിൻ ചെയ്യാം. ഈ ബാക്ക് പാർട്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു നൈറ്റിയുടെ കറക്റ്റ് ഒരു റൗണ്ടായിട്ട് കിട്ടും. ആ ഉള്ളിലാണ്, റൗണ്ട് പോർഷനിലാണ് നമ്മൾ ഇനി യോക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ യോക്ക് ഞാൻ ഷോൾഡർ ബാക്കും കൂടെ ഫിനിഷ് ചെയ്തിട്ട് ഷോൾഡറും കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് ബാക്ക്. ഇപ്പം നമ്മൾ സ്ലീവും ബോഡി പാർട്ടും ഒക്കെ ഫുള്ള് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യോക്ക് പോർഷൻ എടുക്കുകയാണ്. കറക്റ്റ് ഫ്രണ്ടും ബാക്കും ഒക്കെ കിട്ടും. ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ 2 ഷോൾഡർ ഭാഗം, സെൻറ്റർ ഭാഗം ഒരു ടക്ക് ഇട്ട് കൊടുക്കണം. 2 സ്ലീവ്സിൻ്റെ സെൻറ്ററിൽ ടക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ പ്ലീറ്റ്സിൻ്റെ സെൻറ്ററും ഒന്ന് നോക്കി ടക്ക് ഇട്ട് കൊടുക്കുക. 2 ഷോൾഡറും സ്ലീവ്സിൻ്റെ സെൻറ്ററും ടക്കിട്ട് കൊടുക്കുക. നമ്മളിനി അത് യോക്ക് നമ്മൾ ഇതിനോട് കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മാറിപ്പോകാനാണ്. അതിപ്പോൾ നമ്മൾ ഫ്രണ്ട് ബാക്കും കൂടെ യോക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്ലീവിൻ്റെ സെൻറ്ററും നമ്മൾ ഷോൾഡറും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. അതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ അപ്പുറത്തെ സ്റ്റിച്ച് ചെയ്ത് വരുന്നിടത്ത് നെക്സ്റ്റ് വരുന്ന ഷോൾഡറും സ്ലീവിൻ്റെ സെൻറ്ററും കൂടെ ഒരു പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സെൻറ്റർ മാറിപ്പോവില്ല. ഒരു കാരണവശാലും നമ്മുടെ ഷോൾഡറും സ്ലീവിൻ്റെ സെൻറ്ററും മാറിപ്പോകരുത്. ഷോൾഡറിലേക്ക് തന്നെ കറക്റ്റ് സ്ലീവിൻ്റെ സെൻറ്റർ വരണം. അപ്പോൾ ആദ്യം നമ്മൾ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലീറ്റ്സ് എന്തെങ്കിലും കുറവോ കൂടുതലോ വന്നു കഴിഞ്ഞാൽ ആ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് തന്നെ അത് നമുക്ക് വൃത്തിയിൽ ചെയ്ത് കൊടുക്കാം. പ്ലീറ്റ്സ് കൂടുതൽ വന്നാൽ പ്ലീറ്റ്സിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നന്നായി വൃത്തിയിൽ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എത്താതെ വന്നു കഴിഞ്ഞാൽ 2 അറ്റത്തും ഓരോ പ്ലീറ്റ്സ് അഴിച്ചിട്ടായാലും നമുക്കത് ഫിനിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ അങ്ങനെ നോക്കിയില്ലെങ്കിൽ നമ്മളിത് ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ചു പോയാൽ അവസാനം എത്തുമ്പോൾ അധികം വരാം, അല്ലെങ്കിൽ എത്താതെ വരാം. അപ്പോൾ ഫുൾ അഴിക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ നമ്മൾ 2 ഷോൾഡറും അതേപോലെ 2 സ്ലീവിൻ്റെ സെൻറ്ററും ഒന്ന് പിൻ ചെയ്തിട്ട് നോക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ആവുമെന്ന്. അങ്ങനെ നോക്കിക്കൊണ്ട് വേണം അത് തയ്ക്കാനായിട്ട്. ഈ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ ഒരു ഷോൾഡറും അടുത്ത സ്ലീവിൻ്റെ സെൻറ്ററും കൂടെ പിന്നെയും ജോയിൻ ചെയ്യണം. അവിടെ കറക്റ്റായിട്ട് തന്നെ വന്നു. ഇനി ബാക്ക് പോർഷനാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ നോക്കുക, നമ്മൾ ആദ്യം തുടങ്ങിയോടെ തന്നെ നമ്മൾ എത്തും സ്റ്റിച്ച് ചെയ്തിട്ട്. അപ്പോൾ അവിടേക്ക് കറക്റ്റായിട്ട് നിൽക്കണം. അവിടെയൊന്നും സ്ലീവിൻ്റെ അവിടെയൊന്നും പോയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കരുത്. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് തന്നെ വേണം ചെയ്യുമ്പോൾ എന്തെങ്കിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു തവണ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര ഇൻടേക്ക് കൊടുത്തിട്ടൊക്കെ പ്ലീറ്റ് ഇടണം, എത്ര വലിയ പ്ലീറ്റ്സൊക്കെ ഇട്ടാലാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ തവണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തോടത്തേക്ക് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്ലീറ്റും കൂടി ഇടാനുള്ളൊരു മെറ്റീരിയൽ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്ലീറ്റ്സിൻ്റെ കൂടെ തന്നെ ഒരു പ്ലീറ്റും കൂടി ഇട്ട് കൊടുത്തു. നമുക്കിത് ഇനിയിപ്പോൾ ഷോൾഡറും സെൻറ്ററും കൂടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്ററും കൂടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റി നല്ല പോർഷൻ തിരിച്ചിട്ടിട്ട് ഈ റൗണ്ട് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ല, നമുക്ക് ആ പ്ലീറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. എവിടെയും വലിച്ചിലൊന്നും ഇല്ലാണ്ട് വേണം അടിക്കാനായിട്ട്. വലിച്ചടിക്കരുത് ഒരിക്കലും, അപ്പോൾ അവിടെ ചുളുക്ക് വരും. ഇനി നമുക്ക് ഈ യോക്ക് പോർഷനിലേക്ക് തയ്യൽ തുമ്പിട്ടിട്ട് യോക്ക് പോർഷനിൽ വേണം ഈ സ്റ്റിച്ചിങ് കൊടുക്കാനായിട്ട്.
ഈ സ്റ്റിച്ചിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റി തിരിച്ചിട്ട് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവും ലെങ്ത് വൈസും നമുക്ക് നൈറ്റി ഉൾഭാഗം 2 ഭാഗം ജോയിൻ ചെയ്തിട്ട് അടി മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലും ബാക്കിലും യോക്ക് പ്ലീറ്റ്സ് കട്ടിങ്ങുള്ള റൗണ്ട് യോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ നൈറ്റി സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. കട്ടിങ് ചെയ്യുന്ന വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ 2 സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നതും അടിമടക്കി അടിക്കുന്നതും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത വട്ടം നമുക്ക് ഏത് മോഡലാണ് ചെയ്യേണ്ടതെന്നും എങ്ങനത്തെയാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.